ഹരിപ്പാട് കുമാരപുരം പഞ്ചായത്ത് 8ാം വാർഡ് സ്വദേശി ഷാജിമോന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനായി ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ സൽക്കർമ്മ സൽക്കാരം നടത്തി. കാർത്തികപ്പള്ളി എരിക്കാവ് 1600 നമ്പർ NSS കരയോഗ ഓഡിറ്റോറിയത്തിലാണ് സൽക്കാരം നടത്തിയത്. ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുമാരപുരം ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ SS ഷഹനാസ് മൻസിലിൽ ഷാജിമോന്റെ ചികിത്സയ്ക്കായി തുക കണ്ടെത്തുന്നതിന് സൽക്കർമ്മ സൽക്കാര ചലഞ്ച് സംഘടിപ്പിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെ കാർത്തികപ്പള്ളി എരിക്കാവ് 1600 നമ്പർ NSS കരയോഗം ഓഡിറ്റോറിയത്തിലാണ് ചലഞ്ച് നടത്തിയത്. ഭക്ഷണത്തെക്കാളപ്പുറം ഈ സൽക്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഷാജിമോൻ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഒരു മനുഷ്യൻ രോഗിയായി അദ്ദേഹത്തെ സഹായിക്കുവാൻ 24-ാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. 22-ാം തീയതി ആ മനുഷ്യൻ പറയുന്നതാണ് ഹോസ്പിറ്റലിൽ പോകാൻ പണമില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ് സൽക്കാരം നടത്തുന്നത്. ഇതൊരു വീണ്ടും നിങ്ങൾക്കൊക്കെ ഒരു പല പ്രദേശങ്ങളിലും ഇത് ഒരു എന്തോ പറയുന്ന ഒരു മെസ്സേജായി മാറണം. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ 9-ാം തീയതി വീണ്ടും ഒരു വീട് വെക്കാൻ വേണ്ടി ഗ്രാമോട്ട് സൽക്കാരമാണ്. ഇത് സൽക്കാരങ്ങളിൽ 7-ാമത്തെ 8-ാമത്തെയാണ്. ഒരാളുടെ മുമ്പിൽ മറ്റു രീതിയിൽ പലിശക്കെടുത്തോ വസ്തു വിറ്റോ ചികിത്സിക്കുന്നതിന് പകരം ആ പ്രദേശം ഒന്നടങ്കമെന്ന് കൂടി ചവറ് നനച്ചത് കഴിച്ച് അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചുകൂടെ കഴിച്ചാൽ വൈകിട്ട് അവർക്ക് ആവശ്യമുള്ള പൈസ ലഭിക്കുമെന്നുള്ള വലിയ ഉറപ്പിലാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തെ രാഷ്ട്രീയ ജാതി മതപ്രവർത്തകരും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനകത്ത് രോഗം വന്നാൽ പിന്നെ എന്ത് ജാതി, എന്ത് മതം, എന്ത് രാഷ്ട്രീയം, ആരോഗ്യമുള്ളപ്പോഴാണ് ഞാൻ ഇന്ന പാർട്ടി, ഞാൻ ഇന്ന മതം, ഞാൻ ഇന്ത്യ ദൈവം എന്നൊക്കെ ചിന്തിക്കുന്നു. പക്ഷേ രോഗം വന്ന് നമ്മുടെ രോഗത്തിൽ നമ്മൾ അടിമയായി കഴിഞ്ഞാൽ എപ്പോഴും ചിന്തിക്കും ഐസിയിൽ കിടക്കുന്ന മനുഷ്യനെ ദൈവമെന്ന് പറയുന്നത് അവൻ്റെ അടുത്ത് വരുന്ന ഡോക്ടർമാരും നഴ്സുമാരുമാണ്. ഇപ്പോൾ ഷാജിമോനെ സംബന്ധിച്ചിടത്തോളം കിടക്കുവാൻ വീടില്ല. ചികിത്സയ്ക്ക് ലഭിക്കുന്ന പൈസ കഴിഞ്ഞാൽ ഷാജിമോന് സ്വന്തമായി വീട് എന്നുള്ള സ്വപ്നം കൂടി പൂർത്തീകരിക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വാസം. ഈ സൽക്കാരം കൊണ്ട് 2 കാര്യങ്ങളാണ് സാധിക്കാൻ പോകുന്നത്. ആ മനുഷ്യന് ചികിത്സ നടക്കും, അദ്ദേഹം ആരോഗ്യത്തോടെ ദൈവം അനുവദിച്ചാൽ തിരിച്ചു വരുന്നത് എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹത്തിൽ മാർച്ച് 1-ാം തീയതി മുസ്ലിം നോയമ്പ് ആരംഭിക്കും. റംസാൻ അന്ന് അദ്ദേഹത്തിന് ഒരു പുതിയ വീട്ടിൽ താമസിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറത്തക്ക വിധത്തിലുള്ള ഒരു ക്രമീകരണം നടക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ഈ കുറേ ദിവസങ്ങളായി ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ഒരു പേര് പറഞ്ഞാൽ ഒരു പേര് വിട്ട് എല്ലാ പേരും എനിക്ക് അറിയത്തില്ല. എന്നാൽ ഇതിനുവേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ഈ പ്രദേശത്തെ നല്ല കുറേ മനുഷ്യരോട് നന്ദി പറഞ്ഞുകൊണ്ട് സൽക്കാരം ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും രാത്രി 9 മണി വരെ ഉണ്ട്. ഹരിമാർക്ക് ഇന്നലെയും ഹരിമാർ ചലഞ്ചിന് പാടാറുണ്ടായിരുന്നു. ഹരിമാരിക്കുമോ ആ മനുഷ്യ KSRTC ഉദ്യോഗസ്ഥരാണ്. ഇന്നലെ രാത്രി 10 മണിക്കാണ് വെട്ടത്തമുക്കിന്ന് പോയത്. ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് പാട്ട് പാടുവാൻ. അങ്ങനെ പല തരത്തിൽ ആ ചേട്ടൻ ഇപ്പുറത്തോ കുറേ നിൽക്കാതെ അങ്ങനെ ഒത്തിരി ഷാജിമാൻ വളരെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള മനുഷ്യനാണ്. ഷാജിമാരെല്ലാം അങ്ങനെ തന്നെയാണ്. എന്തായാലും ഷാജിമാനെ സഹായിക്കാൻ വേണ്ടി സമൂഹം, ഈ പ്രദേശം, കൂടെ പഠിച്ചവർ, അദ്ദേഹത്തിൻ്റെ പള്ളി എല്ലാം പലതരത്തിൽ ഒന്നിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ ഇടപെടൽ, കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ ഇടപെടൽ ഒരു വലിയ മാറ്റമായി എന്നുള്ള വലിയ സംതൃപ്തിയിലാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാൻ പോവുകയാണ് ഷാജിമോൻ. ഇതിനായാണ് തുക കണ്ടെത്തി നൽകിയത്. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി K. ഡേവിഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചലഞ്ചിൽ ജോമോൻ, ജോസ്, റിയാസ്, അനീഷ് സേന, സുഭാഷ്, അഷ്റഫ്, സാദിഖ് എരുവേലി തുടങ്ങിയവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, ഹരിപ്പാട്.